നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകാലത്ത് ആഗോള എണ്ണ വ്യാപാരത്തിൽ എടുത്ത കടുത്ത നിലപാടുകൾ ഇപ്പോൾ തന്നെ തിരിച്ചടിയാവുകയാണ്. റഷ്യയോടുള്ള വ്യാപാര ബന്ധം നിലനിർത്തിയ ഇന്ത്യയെയും ചൈനയെയും ലക്ഷ്യമിട്ട് ട്രംപ് നടപ്പിലാക്കിയ വിലക്ക് നയങ്ങൾ ഒടുവിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായി മാറി. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് ദുർബലമാവുകയാണ്. ഒടുവിൽ ഇന്ത്യക്കു പിന്നാലെ ചൈനയെ കൂടി ട്രംപ് താരിഫിന്റെ ഭീഷണിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇന്ത്യയും ചൈനയുമായിരുന്നു ട്രംപിന്റെ പ്രധാന ശത്രുക്കളായി നിലനിന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ചൈനയ്ക്കും റഷ്യയ്ക്കുമാണ് ഉയർന്ന താരിഫ് ചുമത്തിക്കൊണ്ട് ട്രംപ് ഭീഷണി നിലനിർത്തിയത്. എന്നാൽ ചൈനയും ഇന്ത്യയും ഒരുമിച്ചു നിന്നുകൊണ്ട് റഷ്യയുമായി ചേർന്ന് ട്രംപിനെതിരെ ശബ്ദം ഉയർത്തിയതോടുകൂടി ട്രംപിന്റെ പത്തി താഴ്ന്നു എന്ന് വേണം പറയാൻ. ട്രംപിന്റെ പ്രധാന ആരോപണം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ റഷ്യയുടെ യുദ്ധതന്ത്രത്തിന് ധനസഹായം നൽകുന്നു എന്നതായിരുന്നു. അതിനാൽ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അമേരിക്കൻ സമ്മർദ്ദം നേരിടേണ്ടി വന്നു. എന്നാൽ ഇന്ത്യ ആ സമയത്ത് വ്യക്തമായ മറുപടി നൽകി. രാജ്യത്തിന്റെ ഊർജ സുരക്ഷയ്ക്കാണ് മുൻഗണന, അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിനല്ല എന്ന നിലപാടോടെ. ഈ തന്ത്രം പിന്നീട് ലോകം അംഗീകരിച്ച രീതിയായി മാറി. റഷ്യ യുക്രൈൻ യുദ്ധത്തിനു ശേഷമുള്ള ആഗോള വിലവർധന സമയത്ത് ഇന്ത്യ ചിലവ് കുറഞ്ഞ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി ആഭ്യന്തര വില നിയന്ത്രിച്ചു. ട്രംപിനടക്കം നിരവധി പാശ്ചാത്യ നേതാക്കൾ ഇത് വിമർശിച്ചെങ്കിലും ഇന്ത്യയുടെ തീരുമാനമാണ് ആഗോള എണ്ണ വിപണിയെ സ്ഥിരപ്പെടുത്തിയത്. ഇന്ത്യൻ സർക്കാർ എണ്ണ വാങ്ങിയത് ദേശീയ താൽപര്യത്തിനായിരുന്നുവെന്ന് വ്യക്തമാക്കി. ഇതിലൂടെ ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലകൾ നിയന്ത്രണ വിധേയമായി. വില വർധന നിയന്ത്രിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ മാക്രോ സാമ്പത്തിക സൂചികകളും സ്ഥിരത പുലർത്തി. ഈ നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ സാമ്പത്തിക നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ നയതന്ത്രം ആത്മവിശ്വാസമുള്ളതും ദീർഘവീക്ഷണമുള്ളതുമായിരുന്നു എന്ന് അവർക്കും ഒടുവിൽ സമ്മതിക്കേണ്ടി വരും. ട്രംപ് ഭരണകാലത്ത് അമേരിക്ക ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ അതിനൊപ്പം ഇന്ത്യയെയും വിവിധ മേഖലകളിൽ താരിഫ് ചട്ടങ്ങളിൽ കുടുക്കി. ഇന്ത്യയുടെ സ്റ്റീൽ, അലൂമിനിയം, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കെതിരെയും ട്രംപ് നികുതി വർദ്ധിപ്പിച്ചു. ഇതേസമയം റഷ്യൻ എണ്ണയുമായി ബന്ധമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് തുറന്ന പ്രസ്താവന നടത്തി. റഷ്യയുടെ എണ്ണ വാങ്ങുന്നവർ അർത്ഥത്തിൽ അമേരിക്കയുടെ ശത്രുക്കളാണ് എന്ന്. ചൈനയും ഇന്ത്യയും ഈ പ്രസ്താവനയിൽ നിസ്സംഗമായി പ്രതികരിച്ചു. രണ്ടും തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചു. ഇന്ന് അത് തന്നെയാണ് ട്രംപിന്റെ പരാജയം കാണിച്ചു കൊടുക്കുന്നത്. ഈ രാജ്യങ്ങൾ അമേരിക്കൻ സമ്മർദ്ദത്തിനു മുന്നിൽ തല കുനിച്ചില്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ സ്വതന്ത്രമായ ദിശയിലൂടെ മുന്നേറി. അതുകൊണ്ട് തന്നെ ഒടുവിൽ പത്തി മടക്കി ട്രംപിന് ഇരു രാജ്യങ്ങളോടും കരാർ സ്ഥാപിക്കാനുള്ള അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ. അമേരിക്കയും ചൈനയും തമ്മിലെ തർക്കങ്ങളിൽ മഞ്ഞുരുകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന് രൂപരേഖയായി. ചൈനയുടെ പ്രതിനിധിയായ ലിജൻഗാങ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആസിയാൻ ഉച്ചകോടിക്കിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ലീ. തർക്ക വിഷയങ്ങളിൽ യുഎസും ചൈനയും തമ്മിൽ പ്രാഥമിക ധാരണയായി എന്നാണ് ലീ പറഞ്ഞത്. കരാറിന് വഴിയൊരുങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. ഈ ആഴ്ച അവസാനം ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. ചൈന യുഎസിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് പുനരാരംഭിക്കുമെന്നും വിവരമുണ്ട്. ചൈനയ്ക്കുമേൽ യുഎസ് ചുമത്തിയ 100% തീരുവ ഒഴിവാകുമെന്നും യുഎസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏഷ്യൻ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് അടുത്ത ആഴ്ച ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച് വൈറ്റ് ഹൗസും സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 30-നായിരിക്കും കൂടിക്കാഴ്ചയെന്നാണ് പുറത്തുവരുന്ന വിവരം. റഷ്യൻ ക്രൂഡ് ഓയിൽ വിഷയത്തിൽ ട്രംപ് പരാജയപ്പെട്ടത് ഒരു നയതന്ത്ര പരാജയം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പാഠവുമാണ്. ആഗോള ബന്ധങ്ങളെ അഹങ്കാരത്തോടെയല്ല യുക്തിയോടെയാണ് കാണേണ്ടത് എന്ന പാഠം. മോദിയുടെ ഇന്ത്യ അത് മനസ്സിലാക്കി, ട്രംപിന്റെ അമേരിക്ക അത് നഷ്ടപ്പെടുത്തി. അവസാനമായി ലോകം ഇപ്പോൾ കാണുന്നത് ഒരുമിച്ചു നിന്ന ഇന്ത്യയുടെയും ചൈനയുടെയും നയതന്ത്ര വിജയവും ട്രംപിന്റെ രാഷ്ട്രീയ തോൽവിയുമെന്ന ഇരട്ട ചിത്രമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ
സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച